നിന്റെ പെണ്ണുമ്പിള്ള പറയുന്നത് എന്താ? യവനെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, പൈസ ആയിട്ട് വന്നാൽ മതി. ഇതാ പെണ്ണ്. രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് പറഞ്ഞാൽ തന്നെ, ഭർത്താവ് പലിശ കച്ചവടം നടത്തുമ്പോ നീ എണ്ണി അലമാരി വെക്കുന്നവളാണെങ്കിൽ നീ സൂക്ഷിച്ചോ, ഈ മനുഷ്യന്റെ മയ്യത്ത് നീ എത്രയും പെട്ടെന്ന് കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ വിധവയായി പോകും, നിന്റെ മക്കൾ എത്തിയുമായി പോകും, അല്ല നിന്റെ കെട്ടിയവന്റെ ആയുസ് വെട്ടിച്ചുരുക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, പണത്തിനോടും ആഗ്രഹം, ദുനിയാവിനോടുള്ള മോഹം കളഞ്ഞോ. നീ ഇതിനെ വലിച്ചെറിഞ്ഞു നോക്ക്, നിന്റെ പുറകെ വരും. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ച മരിക്കുന്ന കാലം വരെ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് പേടി, മക്കളെ എങ്ങനെ കെട്ടിക്കും, വീട് എങ്ങനെ വെക്കും? അല്ലോ, നിന്റെ ചിന്ത ഏതാ? മക്കളെ എങ്ങനെ കെട്ടിക്കും? പറയണ കേട്ടാ നീയാ കെട്ടിക്കുന്നേ അല്ലേ? ഓ, എങ്ങനാ ഉസ്താദെ വീടില്ലാതെ പെണ്ണ് കെട്ടുന്നേ? പല ചെറുപ്പക്കാർ വീടില്ലാതെ എങ്ങനെ ഉസ്താദെ? പേട, നിന്റെ വാപ്പ വീടുണ്ടായിട്ടാ കെട്ടിയേ? നിന്റെ വാപ്പ വീടുണ്ട, നിന്റെ അത്ത വീട് വെച്ചിട്ടാ പെണ്ണ് കെട്ടിയേ? ജീവിച്ചില്ലേ 5-6 മക്കളുമായിട്ട് സന്തോഷത്തോടെ? ഓ, നീയാ പറയണ വീടില്ലാതെ കെട്ടി, ജോലി ഇല്ലാതെ കെട്ടിയ? ഓ, ഗൾഫുകാരന് മാത്രമേ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ മോളെ, കന്ന് കച്ചവടക്കാരനായി വേണ്ട അല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും കൈ നീട്ടാതെ ഇരിക്കണമെങ്കിൽ 4 കാര്യം ചെയ്താൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ചെയ്തൂടെ? താല്പര്യമുള്ളവർ കൈവക്ക്. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുക്കാൻ മനസ്സില്ലാത്തവര്, ബദരിയായി പരാതിയും അപേക്ഷയും കൊടുത്തിട്ട് കാത്തിരിക്കേണ്ട വേണ്ട. ബദരിയായി കൊണ്ടുവന്നിട്ട് ഒരു അപേക്ഷ കൊടുക്കുക, എന്റെ മോളെ കെട്ടിക്കാൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് നീ നടക്കണ്ട. അങ്ങനെ ഒരു ഗതി നിനക്ക് അള്ളാഹു വരുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരട്ടെ 4 കാര്യം, കേട്ടിട്ട് തീരുമാനിക്കുക വേണോ വേണ്ടോന്ന്. പിങ്ങാരി അള്ളാഹുവിനെ രാത്രി എങ്ങാണ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറഞ്ഞാൽ പെട്ടില്ലേ? വീടിന്റെ പ്രമാണം കൊണ്ടുവന്ന് ബദരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ പെട്ടില്ലേ? സ്വർണ്ണാങ്ങണ ഊരാൻ പറഞ്ഞാലോ ഇല്ലേ? സ്വർണ്ണാങ്ങണ ഊരാൻ പറഞ്ഞാലോ? വേണ്ട, ഞാൻ പറഞ്ഞു തരാം. 4 കാര്യം ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാരും നേരെ ഇരിക്ക്. സ്വർഗത്തിരുന്ന് ഉറങ്ങണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണം. സ്വർഗത്തിൽ നേരെ ഇരിക്കു വാപ്പ, നാളെ ഇതേ സമയത്ത് ഖബറിലല്ലേ, അവിടെ കടക്കാ സുഖമായിട്ട്. നീ ഇപ്പൊ ഇങ്ങനെ കടപ്പുറത്തിരിക്കണ പോലെ ഇരിക്കണ്ട, നേരെ ഇരിക്കും. ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇരിക്കണം. ഇതിലാണെങ്കിൽ നേരെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. 1, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പ എഴുന്നേക്കണം? നിങ്ങൾ പറ, എപ്പ എഴുന്നേക്കണം? 7 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ ഉസ്താദ് അല്ലേ? സുബഹിക്ക് പോയിട്ട് 7 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ. ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ 1ാമത്തെ വഴി എപ്പോ എഴുന്നേക്കണം? സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് മുഅദ്ദിൻ വിളിക്കണ കേട്ട കാലം ഓർമ്മയുണ്ട? അസ്സലാത്തു ഖൈറും മിന സദഖത്താവ. ഇത്ര നാളായി, റമദാൻ 27-ന് പറഞ്ഞല്ലേ? ഇവിടെ 27-ാം രാവ് എളുപ്പം കാലം വരെ ഇരിക്കുന്ന ഉസ്താദ്. 27-ാം രാവിന്റെ അന്ന് മറുപടി പറഞ്ഞതാ മോദി സാഹിബ് വിളിച്ചപ്പോ, പിന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല. സഹോദര, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം, നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിന്? കച്ചവടത്തിന് പോകാൻ അല്ല, നിസ്കരിക്കാൻ കേട്ടാ. കന്ന് കച്ചവടത്തിന് പോകാൻ രാവിലെ 3:30-ക്ക് എഴുന്നേറ്റ് പോകും, അത് വേറെ. 2, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സുബഹി നമസ്കരിക്കാൻ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം. 2, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 2, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണം. 3, ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ മുഅദ്ദിൻ സാഹിബ് അല്ലാഹുവേ മിഹ്റാബിൽ കയറി നിന്നിട്ട് അവിടുന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നീ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കയറണേ, നീ നിസ്കാരപ്പായിലിരിക്കണേ. മരിക്കുന്നത് വരെ അല്ലാഹ് നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം. 1, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റു. 2, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉളുവെടുത്തു. 3, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരപ്പായിലെത്തി. നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഈ പള്ളിയിലെ മുഅദ്ദിൻ സാഹിബ്, നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് ഒരുപാട് പേര് കാണൂല, 1-2 പേര്. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരിക്കുന്ന വാപ്പാന്റെ അടുത്തിട്ട് പോയി ചോദിക്കണം, വാപ്പ GST വല്ലതും ഉണ്ടോ? അയാൾക്ക് അറിയത്തില്ല. നോട്ട് നിരോധനം അറിയത്തില്ല. വീട്ടിൽ വല്ല ഞെരുക്കവും സാമ്പത്തിക ഞെരുക്കം കച്ചവടമോ ഒന്നുമില്ല. സുഖോസ്താദെ, എടാ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിക്കകത്തിരിക്കുന്ന വാപ്പാനോട് ചോദിച്ച അങ്ങാർക്കൊരു ചുക്കുമില്ല, എല്ലാം അള്ള വാരിക്കോരി കൊടുത്തിരിക്കുക. അദ്ദേഹത്തിന് ഒരു ഞെരുക്കവുമില്ല. അള്ളാഹു അദ്ദേഹത്തിന് വാരിക്കോരി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലെ മോദി സാഹിബാണല്ലോ സ്ഥിരം ബാങ്ക് വിളിക്കുന്ന ആള്. ചോദിച്ചു നോക്കണം വല്ല പ്രയാസമുണ്ടോ? പള്ളിയിലെ മോദി സാഹിബ് ഒന്നുമില്ലപ്പാ. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോ ഞാൻ പോകുന്ന പള്ളിയിൽ ഒരു മുഅദ്ദിൻ സാഹിബ് ഉണ്ട്. 5200 5400 രൂപയാണ് അദ്ദേഹത്തിന്റെ ശമ്പളം. ഈ പാവപ്പെട്ടവൻ കൊന്ന ശമ്പളം കൂട്ടി ചോദിക്കൂല. എല്ലാവർക്കും ശമ്പളം കൂട്ടുകോ, ഇയാൾക്ക് കൂട്ടില്ല. ഞാൻ ഒരിക്കൽ പോയി ചോദിച്ചു, നിങ്ങൾക്കൊന്ന് കൂട്ടി ചോദിച്ചൂടെ? ഇല്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു, ഒന്ന് ശമ്പളം കൂട്ടി ചോദിച്ചൂടെ? ഇയാളെന്നോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, 4 പെമ്മക്കളുണ്ടായിരുന്നു, 4നെയും ഞാൻ കെട്ടിച്ചു. 20ഉം 25ഉം പവനും ഓരോ ലക്ഷം രൂപയും. ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടിയില്ല. 5 നയാ പൈസ കടവും ഇല്ല. എനിക്ക് സ്വന്തമായിട്ട് 10 സെന്റ് ഒരു വീടുമുണ്ട്. ഇനി എന്തിനാ എനിക്ക് പൈസ? 5400 രൂപ ഉണ്ടായിട്ട് ഈ മനുഷ്യൻ, നിന്റെ വീട്ടിൽ ഒരു മോളേ ഉള്ളൂ, നീ ഇപ്പോഴും ടെൻഷനില്ല, ഉറക്കമില്ല, മക്കളെ കെട്ടിക്കണം. നീ രാവും പകലും കിടന്ന് ഉറക്കം ഒഴിഞ്ഞ് രോഗം പിടിച്ചിട്ട് നീ കച്ചവടം നടത്തുന്ന എന്തിനാ? മോളെ കെട്ടിക്കണം. 12 വയസ്സായേ ഉള്ളൂ. അല്ലാ വളർന്ന് കെട്ടിക്കാറായി. ഉറക്കമില്ല, നമുക്ക് ഒരെണ്ണം. ആ മനുഷ്യൻ 4 എണ്ണത്തിനെ കെട്ടിച്ച് സ്വന്തമായിട്ട് വീടും വെച്ചിട്ട് കിടന്നുറങ്ങുന്നു. 5200 400 രൂപ. നിനക്ക് ശമ്പളം? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുകയാ, മലക്കുകളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ ദുനിയാവ് കളഞ്ഞിട്ട് ആഖിറം പിടിക്ക്. നിന്നെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. സംഘാടകർ ബക്കറ്റ് എടുത്ത് ആദ്യം എടുത്തോ. ദുനിയാവ് കളഞ്ഞ ആഖിറം കിട്ടും. നിന്റെ തലയുടെ മുകളിൽ നോക്കിക്കോ, ഒരു മലക്ക് നിൽക്കുന്നു. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യരും നോക്കിക്കോ. ഈ ബക്കറ്റ് വാങ്ങി നിന്റെ മുന്നിൽ വരുമ്പോ നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. രാവിലെ വന്നതാ. എന്തിനാ വന്നേന്നറിയോ? നീ ബക്കറ്റിന്റെ അകത്ത് എന്തെങ്കിലും ഇട്ടാ ആ മലക്ക് ദുആ ചെയ്യും. ജനിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാപം ചെയ്യാത്ത മലക്ക് പറയുക, അല്ലാഹുവേ, ഈ സിറാജ് ഉള്ളത് കൊടുത്ത റബ്ബേ, ഇവന് നീ ബർക്കത്ത് ചെയ്യണം എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നീ പൈസയും വെച്ചിട്ട് കൈകെട്ടിയിരിക്ക. ഈ മലക്ക് തലയുടെ മുകളിൽ നിന്നിട്ട് രാവുക, അല്ലാഹുവേ, ഉണ്ടായിട്ടും കൊടുക്കുന്നില്ല പടച്ചവനെ. പാവപ്പെട്ട പെമ്മക്കളെ കെട്ടിക്കാനാ ചോദിക്കുന്നത്, എന്നിട്ട് ഇവൻ കൊടുക്കുന്നില്ല. അല്ലാ, നീയും ഇതുപോലെ അങ്ങ് പിടിച്ചു വെക്കണേ. എത്തീങ്കാനയിലായി പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വെറുതെ ബിസ്മില്ല, വെറുതെ ചോദിച്ചു വാങ്ങരുത്. മനസ്സറിഞ്ഞിട്ടൊരു സദക്കയിട്ടോ. നഷ്ടം വേണ്ട. ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് നിന്റെ കയ്യിലിരിക്കുന്ന ഒരു 10 രൂപയെങ്കിലും അല്ലാഹുവേ നീ ഇതിനകത്തേക്ക് എടുത്ത് സദക്കയിട്ടാൽ നിന്റെ പണം അല്ലാഹുവിന് വേണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അസ്സദഖത്തു റത്തുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നാ നീ സമ്പാദിച്ച നിന്റെ കുടുംബം പറവിറ്റാലും മാറാത്ത രോഗമാ. പെങ്ങള്, 4 വയസ്സുള്ള ഒരു പൊന്നുമോന് ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ചിട്ട് വാപ്പ കരഞ്ഞുകൊണ്ട് പറയുന്ന, ഉസ്താദേ, വീടിന്റെ മുന്നിൽ അയൽവാസികളുടെ മക്കള് കടന്ന് കളിക്കുന്നത് കാണുമ്പോ എന്റെ പൊന്നുമോനും ഒന്ന് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കിടന്ന കിടപ്പിലാ, അവന്റെ മുഖമെല്ലാ കറുത്തുസ്താദ്, തലമുടിയെല്ലാ പൊടിഞ്ഞുസ്താദ്. എന്റെ പൊന്നുമകന് വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നത് കാണാ കഴിയുന്നില്ല. ഉസ്താദേ, 4 വയസ്സുള്ള എന്റെ പൊന്നുമോൻ എന്ത്
ചെയ്തട്ടാ അള്ളാഹു അവന് ക്യാൻസർ എന്ന് പറയുന്ന രോഗം കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, കരയില്ലേ ചെറുപ്പക്കാരാ, 4-ാമത്തെ വയസ്സിൽ നിന്റെ പൊന്നുമോനെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവൻ ഈ രോഗം കൊടുത്തതെന്ന് പറയുമ്പോ ഉസ്താദേ കരയുന്നത് കാണാൻ വയ്യ ഉസ്താദ്. പടച്ചവനെ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നാ നിന്റെ സമ്പാദ്യം മുഴുവനും വെച്ച് ചികിത്സിച്ചാലും മാറൂല. പക്ഷേ പാവപ്പെട്ട പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി നിന്റെ കയ്യിലിരിക്കുന്നതിൽ നിന്ന് ഒരു 10 രൂപ എടുത്താ ബക്കറ്റിന്റെ കത്തിട്ടാ നിന്റെ കുടുംബം വിൽക്കണ്ട വാപ്പാ. നിനക്ക് അല്ലാഹു അങ്ങനെ ഒരു ഗതി വരുത്തില്ല ഉപ്പാ. പെങ്ങളെ, കിഡ്നിയെങ്ങാട് തകർന്നു പോയാ പൊന്നുമോളെ 25-30 ലക്ഷം രൂപയാണ് മാറ്റിവെക്കാറ്. പടച്ചവരെ, മാറ്റിവെച്ചാലും രക്ഷപ്പെടണമെന്നില്ല. അങ്ങനെ ഒരു ഗതി നിനക്ക് അല്ലാഹു വരുത്തൂല. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുത്തോ. മുത്തുനബിയാ പറഞ്ഞത്, ഒരിക്കലും ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത നബിയാട് പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ കൊടുക്കുന്നവനെ വിപത്തുകൾ അല്ലാഹു തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിൽ ഇരുന്ന് കൊണ്ട് തുടങ്ങുമോന്, ഈ സദസ്സിൽ ഇരുന്ന് കൊണ്ട് ദുനിയാവിനെ വലിച്ചെറിയ്, എന്നിട്ട് തലയിലെ മുകളിൽ നിൽക്കുന്ന മലക്കിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് തുടങ്ങ ചെറുപ്പക്കാരാ. പെങ്ങളെ, തലയുടെ മുകളിൽ നിൽക്കുന്ന ആ മലക്കിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ട് ഇന്ന് മുതൽ അവരുടെ കൂടെ കൂടാ തീരുമാനിച്ചോ. അല്ലാഹുവേ, ഇവർക്ക് നീ അതിനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് മലക്കുകളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ, ആഖിറത്തിനെ സ്നേഹിച്ചോ. മലക്കുകളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, നിനക്ക് മലക്കുകളുടെ കൂടെ കൂടണോ? രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലൂടെ നടന്നു പോവുകയാണ്. മുത്തുനബി സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നു. ആരാണെന്നറിയുന്നില്ല, പക്ഷേ നല്ല പരിചയമുണ്ട്. കണ്ട് പരിചയമുള്ള ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ജിബ്രീലേ, ആ പോകുന്ന ചെറുപ്പക്കാരൻ ആരാ ജിബ്രീൽ? യാ റസൂലല്ലാഹ്, മഹാനായ സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ, നീഗ്രയായ ബിലാൽ, മുടിചുരണ്ട ബിലാൽ, അടിമയായിരുന്ന ബിലാൽ, മസ്ജിദ് നബവിയുടെ മിനാരത്തിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന സ്വഹാബിയായ ബിലാൽ, മരുഭൂമിയുടെ മടിത്തട്ടിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് തല്ലിച്ചതച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് പിരിഞ്ഞു വരാ പറയുമ്പോ, അല്ലാഹു വഹദെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ബിലാൽ വിശന്ന് കിടന്നിട്ട് ഭക്ഷണത്തിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ, വെള്ളം കിട്ടുന്നതിന് വേണ്ടി കിടന്ന് യാചിക്കുമ്പോ, ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് വായിലേ കുടിച്ചു കൊടുക്കുമ്പോ സന്തോഷത്തോടെ കുടിച്ച ബിലാൽ, ആ ബിലാലാണ് സ്വർഗത്തിന് മുന്നിൽ നടന്നു പോകുന്നത്. റസൂലുള്ളാഹി ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ ബിലാലിനെ എങ്ങനെ അറിയാ ജിബ്രീൽ? മലക്കുകൾക്ക് പരിചയമുള്ള ചെറുപ്പക്കാരനാ, മലക്കുകൾക്ക് പരിചയമുള്ള ചെറുപ്പക്കാരനാ. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു കൊടുക്കുന്നത് സ്വഹാബികളോടാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ, ബിലാൽ സഹാബത്തിന്റെ ഇടയിലിരിക്കുന്നുണ്ട്. ബിലാൽ തങ്ങളുടെ സഹാബത്തിന്റെ ഇടയിലിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബിലാലേ, സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടല്ലോ. ബിലാലേ, നീ എന്ത് നല്ല
നല്ല കാര്യമാ ചെയ്യുന്നത്? നീ എന്ത് നല്ല കാര്യമാ ചെയ്യുന്നത്? മലക്കുകൾക്ക് നിന്നെ നല്ല പരിചയമുണ്ടല്ലോ, മലക്കുകളുടെ കൂട്ടുകാരനാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ബിലാൽ തങ്ങൾ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സൽക്കർമ്മമൊന്നും ചെയ്യുന്നില്ല, നീ പ്രത്യേകമായി ചെയ്യുന്ന അമല് വല്ലതുമുണ്ടോ? നബിയേ, ഞാൻ എപ്പോ വുളു മുറിഞ്ഞാൽ വുളുവെടുക്കുന്ന സ്വഹാബിയാണ് നബിയേ. ദായിമല്ലോ വുളുവോടുകൂടി നടക്കുന്ന മനുഷ്യനെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാ. എപ്പോഴും വുളുവോടുകൂടി നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാ. പടച്ചവനെ നമസ്കരിക്കാ പള്ളിയിൽ കയറുന്ന സമയത്ത് പോലും നേരെ വുളുവെടുക്കാത്ത ചെറുപ്പക്കാരാ, നമസ്കരിക്കുന്ന സമയത്ത് പോലും നല്ലതുപോലെ വുളുവെടുക്കാ മടി കാണിക്കുന്നവര്, വുളുവെടുത്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? പെണ്ണ് നേരെ വുളുവെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 70,000 മലക്കുകളുമായി ഇറങ്ങി വരികയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് സ്വർണത്തിന്റെ സിംഹാസനം ഇടുകയാണ്. ജിബ്രീൽ എന്ന മലക്കാ സിംഹാസനത്തിന് കയറിയിരുന്നു. എന്നിട്ട് തന്റെ ചിറക് കൊണ്ട് ഭൂമിയിലടിക്കുകയാണ്. അതാ ചിറക് കൊണ്ട് അടിച്ചു നിന്ന ഭാഗത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നോക്കി നബിയേ. എന്നിട്ട് ജിബ്രീൽ വുളുവെടുത്ത് പഠിപ്പിക്കുകയാ, എങ്ങനെയാണ് വുളുവെടുക്കേണ്ടതെന്ന് മുത്തുനബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതുപോലെ വുളുവെടുക്കു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വുളുവെടുക്കുകയാ. അതാ വുളുവെടുത്തിട്ട് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തേ പറഞ്ഞതെന്നറിയോ? വുളുവെടുത്തിട്ട് ലോകത്തിന്റെ നേതാവ് തന്റെ മുന്നിലിരിക്കുന്ന അനുചരന്മാരോട് പറഞ്ഞത് എന്തെന്നറിയോ? സ്വഹാബാ, ഇതുപോലെ ആരെങ്കിലും വുളുവെടുത്താൽ, ഞാൻ വുളുവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും വുളുവെടുത്താൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത ചെറുപ്പക്കാരോ, ഉസ്താദേ കള്ളു കുടിച്ചു പോയി, വ്യഭിചരിച്ചു പോയി, പലിശ തിന്നു പോയി, ഭർത്താവിനെ ചതിച്ചു പോയി, കാമുകന്മാരുമായി ചാറ്റ് ചെയ്തു പോയി, ഒരുപാട് പാപങ്ങളുടെ ജീവിതത്തിൽ ചെയ്തവളാണ്. ഇത് ഞാൻ എവിടെ കൊണ്ട് കഴുകിക്കളയാനായെന്ന് ചോദിക്കുന്ന പെങ്ങള്, കഴുകിക്കളയാറുള്ള എളുപ്പവഴി എന്തെന്നറിയോ? മുത്തുനബി പറയുന്ന സ്വഹാബാ, ഞാൻ ഉളുവെടുക്കുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും ഉളുവെടുത്താൽ അല്ലാഹു നിങ്ങളുടെ പാപം മുഴുവനും പുറത്തു തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. കൈ കഴുകിയാ പാപം പൊറുക്കുകയാ, മുഖം കഴുകിയാ പാപം പൊറുക്കുകയാ, കണ്ണ് കഴുകിയാ പാപം പൊറുക്കുകയാ, വാ കഴുകിയാ പാപം പൊറുക്കുകയാ, പടച്ചവനെ കാല് കഴുകിയാ പാപം പൊറുക്കുകയാ. നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ മാറും ചെറുപ്പക്കാരാ. മുത്തുനബിയാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വുളുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങണേ. പ്രതിഫലം എന്തെന്നറിയോ? പ്രതിഫലം എന്തെന്നറിയുമോ? മൻബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിദു അലാ യസ്തൈഖിദു സഅതൻ മിനൽ ലൈൽ. ഏതെങ്കിലും ഒരു മനുഷ്യന് വുളുവോടുകൂടി കിടന്നുറങ്ങിയാൽ, പെണ്ണെ വുളുവെടുത്തിട്ടാണ് നീ കിടക്കുന്നത്, വുളുവെടുത്തിട്ടാണ് നീ ഉറങ്ങുന്നതെങ്കിൽ നിലത്തിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാ. എന്നിട്ട് ആ മലക്ക് എന്തേ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ, വുളുവോടുകൂടി കിടക്കുന്ന ഈ പെണ്ണിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്.
ഒന്നുകൂടി കിടക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ പാവങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് നീ ഉണരുന്നത് വരെ മലക്ക് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ മുത്തുനബി പറഞ്ഞതുപോലെ ഉതുവെടുത്ത ഇന്ന് പള്ളിയിൽ പോയാൽ നിസ്കരിക്കാൻ പോകുന്നത് ആ ഉതുവെടുക്കുന്ന കാരണം ഹൗദിനകത്തോട്ട് കൈ അങ്ങോട്ട് മാവ് കുഴക്കണം പോലെ ഒരു കുത്ത, കൈ മുട്ടുവരെ കഴുകാൻ സമയമില്ല, ഒറ്റ കുത്ത, ഇങ്ങനെ ഒരു കുത്ത്, പിന്നെ തടകൽ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒരു തടകല്, നേരെ ജപ മുടി പോലും തടകാൻ വയ്യ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് നേരെ ജപ പണ്ടൊരുത്തം പറഞ്ഞതുപോലെ 2 കൂട്ടുകാര് പള്ളിയിലേക്ക് മഗ്രിബ് നിസ്കരിക്കാൻ ഓടിയതാണ്. 2 കൂട്ടുകാര് മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ചെന്ന്. ഓടി ചെല്ലുമ്പോൾ ഉസ്താദ് അത്തഹിയ്യത്തില, ഒരുത്ത ഒതുവെടുക്കാൻ പോയി, ഒരുത്ത നേരെ പള്ളിക്കകത്ത് കയറി. അവസാനം നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഒതുവെടുക്കാൻ പോയവനോട് ചോദിച്ചു, നിനക്ക് നിസ്കാരം കിട്ടിയോ? ഇല്ല. ഓ, ഞാൻ ഒതുവെടുക്കാത്തത് കൊണ്ട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവ ഒതുവെടുത്തില്ല, നേരെ പോയി നിസ്കരിക്കാം. എന്റെ പ്രിയമുള്ളവർ, ആ പൊട്ടൻ അറിയത്തില്ല ഒതുവെടുത്തില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. ഇങ്ങനത്തെ കാലഘട്ടം എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒതുവെടുക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാവങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാത്രി കിടക്കുന്ന സമയത്ത് ഒതുവെടുത്തിട്ട് വേണം കിടക്കാൻ. രാത്രി കിടക്കുന്ന സമയത്ത് ഒതുവെടുത്തിട്ട് വേണം കിടക്കാൻ. ഒതുവെടുത്തിട്ട് കിടന്നാൽ ഒരു മലക്ക് നീ ഉണരുന്നത് വരെ നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ഈ പാവപ്പെട്ടവന് പുറത്തു കൊടുക്കണേ അല്ല, ഈ പെണ്ണ് ചെയ്ത പാവങ്ങൾ പുറത്തു കൊടുക്കണേ അല്ല, ഇവർക്ക് സമാധാനം കൊടുക്കണേ അല്ല, അല്ലാഹുവേ നീ ഇവരെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒതുവെടുത്തിട്ട് അപ്പൊ ചോദിക്കും, ഉസ്താദെ പെണ്ണുമ്പുള്ളയുടെ കൂടെ കടന്ന പെണ്ണുമ്പുള്ള തൊട്ടാ ഒതു മുറിയത്തില്ലേ? മുറിയട്ടെ, നിനക്കെന്താ? കിടക്കുമ്പോ ഒതുവെടുത്തിട്ട് കിടക്കണമെന്നല്ലേ പറഞ്ഞു. ഭാര്യ തൊട്ടാ ഒതുമുറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മസ്തല ഓദിക്കാനൊന്നും നിൽക്കണ്ട. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് സക്കറാത്തിൽ കിടക്കുന്ന മനുഷ്യന് ഒതുവെടുത്ത് കൊടുക്കണമെന്ന് എല്ലാരും ഇങ്ങനെ വന്ന് കണ്ടവരൊക്കെ കണ്ടോ തീരാറായെന്ന്. ചുമ്മാതെ മരിക്കാൻ സമയം ആവണ്ട. ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ പറയും, ഇനി ഇവിടെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോക്കോളാം. ഓ, അപ്പൊ നമ്മൾ വിചാരിക്കും മരിച്ചെന്ന്. അപ്പൊ തീരുമാനിച്ചു. ഡോക്ടർ ആരാ? അല്ലാഹ്. ഡോക്ടർ പറയും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോക്കോളാം. വീട്ടിൽ കൊണ്ടുപോയാ തെള്ളി സക്കറാത്തിന്റെ പോണേ കണ്ടോളാം. പിന്നെ എന്നാ തിരക്കാന്നറിയാവോ? അയ്യോ, ആ മനുഷ്യനെ കൊല്ലാനുള്ള തിരക്ക്. എന്നിട്ട് വീട്ടുകാര് തുടങ്ങിയ റോഗ് പിടിക്കാൻ തുടങ്ങി, ഓടി വരും, കാത്തു നിൽക്കും. മരിച്ചില്ല. ഓ പണ്ടാരം, ഇന്നൊരു ദിവസം പോയി തിരിച്ചു പോവാ രാവിലെ. ഇതവസ്ഥ. മരിക്കാൻ കിടക്കുന്ന സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന് ഉളുവെടുക്കണം, ഉളുവെടുത്തു കൊടുക്കണം. കാരണമെന്തേ? ഉളുവോടു കൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒളുവോടുകൂടി മരിക്കുന്ന മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുമെന്ന് ഹദീസിൽ കാണാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒളുവോടുകൂടി മരിച്ച ജിബ്രീലിനെ കണ്ടിട്ട് മരിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹീമായി കടന്നു വന്ന ജിബ്രീലിനെ കണ്ടിട്ട് മരിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ഒളുവെടുക്കുന്ന മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോഴും അറിയാം അവന്റെ മുഖം പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എപ്പോഴും ഒളുവെടുക്കുക. എപ്പോഴും ഒളു മുറിഞ്ഞാൽ ഒളുവോടുകൂടി നടക്ക്. ആ മനുഷ്യനെ മലക്കുകൾ കൂട്ടുകാരനാക്കും. നാളെ കയ്യെ പിടിച്ച് സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചിലര് വാച്ചി നോക്കുന്നു. 10:30 10:30 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞില്ലേ ഉസ്താദെ? ഇപ്പം തന്നെ തുടങ്ങിയാലല്ലേ 11 മണിക്ക് നിർത്തും. നിർത്താറായോ? ഞാൻ ഒരു അരമണിക്കൂറും കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ ഞാൻ പറയാം, ഇല്ലെങ്കിൽ പിരിയാ. എന്ത് വേണം? പറയണോ? കേൾക്കാൻ താല്പര്യമുള്ള ഒരു കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴും ഇതുപോലെ കാണണം കേട്ടോ. ഈ പൊക്കിയ കൈക്കകത്തൊരു മോതിരമുണ്ട്, അതെനിക്ക് തന്നിട്ട് പോയേരെ, നിനക്കതേ രക്ഷയുള്ളൂ. നിന്റെ കൈ കിടക്കണ സ്വർണ്ണ മോതിരം ഇവിടെ തന്നിട്ട് പൊക്കോ. നാളെ ഇതേ സമയത്ത് കവറില്ല, അപ്പൊ നിനക്കറിയാം അതിന്റെ പ്രതിഫലം. നാളെ കബറിൽ കിടക്കുമ്പോൾ നിനക്കത് പ്രയോജനം ചെയ്യും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എന്താണെന്നറിയില്ല, ചെറിയ ഒരു തലകറങ്ങണ പോലെ. ഇനി ഇത് കറങ്ങണ കൊണ്ടാണോ എന്താണെന്നറിയണില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഞാൻ നിർത്താം. അള്ളാഹു ആഫിയത്ത് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രോഗം പിടിച്ച് കിടന്നപ്പോൾ സാർ ഒരു 5-6 ദിവസം പട്ടിണി കിടന്നു, 6 കിലോ കുറഞ്ഞു. ഞാനൊരു പാഠം പഠിച്ചു. എനിക്കാണെങ്കിൽ വിശപ്പിന്റെ അസുഖമുള്ളതാണ്. എൻ്റെ ഭാര്യ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെ പട്ടിണി കിടക്കണം, എപ്പോഴും ആഹാരം കഴിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ 5 ദിവസം ഡോക്ടർ പറഞ്ഞു മുറിവ് പെട്ടെന്ന് ഉണങ്ങണമെങ്കിൽ ഭക്ഷണം കഴിക്കരുതെന്ന്. പച്ചവെള്ളം കുടിച്ചിട്ട് ഞാൻ 5 ദിവസം കിടന്നു. അപ്പൊ വെള്ളം കുടിച്ച് ജീവിക്കാന്ന് പഠിച്ചു. ഇങ്ങനെ വെള്ളം കുടിച്ചാലൊരു മനുഷ്യന്, ഞാനിങ്ങനെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ കിടക്കുന്ന ആൾക്കാർ ജീവിക്കണം എങ്ങനെ ഇപ്പൊ മനസ്സിലായി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളം കുടിച്ചാലും നമുക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റും. അല്ലാഹു ആഫിയത്ത് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്കൊക്കെ എന്താ അസുഖം, ഒന്നുമില്ല. ആശുപത്രിയിൽ പോയി ഒന്ന് കിടന്നാൽ മതി. ആശുപത്രിയിൽ പോയി കിടക്കുമ്പോ അപ്പുറത്ത് കിടക്കുന്നവന്റെ രോഗം കാണുമ്പോൾ നമുക്കൊന്നുമില്ല, അൽഹംദുലില്ലാ എന്ന് പറയും. അടുത്തടുത്ത റൂമുകളിൽ കിടക്കുന്നവർക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന അവരുടെയൊക്കെ അവസ്ഥകൾ കാണുമ്പോ അവിടെ ഇരുന്നോണ്ട് അൽഹംദുലില്ലാ. അഹങ്കാരം മാറണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ വന്ന് പോയാൽ മതി, എല്ലാത്തിന്റെ തീരും. എല്ലാത്തിന്റെ അഹങ്കാരം തീരണമെങ്കിൽ RCCയിലൊന്നും പോണ്ട, മെഡിക്കൽ കോളേജ് ഒന്ന് കയറി ഒന്ന് ഇറങ്ങി നടന്നാൽ മതി. ഈമാൻ ഉണ്ടെങ്കിൽ അന്നത്തോടു കൂടി ഈ തൗഹീദ് നന്നാകും. അള്ളാഹു നമ്മുടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുത്തുനബി പറയുന്നു 3. മുത്തുനബി പറയുന്നു 3. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ ഇരുന്ന് ചിരിക്കുന്നത്? ഉറക്കത്തിൽ എഴുന്നേറ്റിരുന്ന് ഭർത്താവോ ഭാര്യയോ ചിരിച്ചാ നമ്മൾ ചോദിക്കണം എന്താ ഭ്രാന്ത് പിടിച്ചു അല്ലാപ്പാ, ലെവല് പോയി വന്നില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നിട്ട് ചിരിക്കുകയെ. ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, എന്തേ നബിയെ? ഒന്നുമില്ല ആയിഷ, എന്തേ നബിയെ ചിരിക്കണേ, എന്തേ നബിയെ ചിരിക്കണേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, റഅയ്തു ഫിൽ ജന്നത്തി ബാരിഹാ വസമിഅ സൗത ഖാരിആ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ, ഞാൻ സ്വർഗ്ഗം കണ്ടു ആയിഷ, ഞാൻ ഇന്നലെ രാത്രി സ്വർഗ്ഗം കണ്ടു ആയിഷ. ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ആരോ ഖുർആൻ ഓതുകയാണ്. അള്ളാഹുവേ, ആരാ പടച്ചവനെ ഈ സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്നതാരാണല്ലാ? മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ഈ ഖുർആൻ ഓതുന്നതാരാ ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അതങ്ങയുടെ സ്വഹാബി ഹാരിസ് ഇബ്നു നുഅ്മാൻ. മുത്തുനബിയുടെ ഒരു സ്വഹാബിയാ ഹാരിസ് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയാണ് സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്നത്. റസൂലുള്ളാഹി ചോദിച്ചു, എന്റെ ഹാരിസാന നിനക്കെങ്ങനെ അറിയാ? എന്റെ ഹാരിസാന നിനക്കെങ്ങനെ അറിയാ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, നബിയേ, ഇന്നഹു മിൻ മിഅതി സ്വാബിഅ അല്ലദീ തകഫനല്ലാഹു ബിഅർസാഖിനാ. ആ പാവപ്പെട്ടവൻ അറിയാത്ത മലക്കുകളില്ല നബിയേ. ആ സ്വഹാബി അറിയാത്ത ഒരു മലക്കുമില്ല നബിയേ. എല്ലാവർക്കും ആ സ്വഹാബി അറിയാ. കാരണം എന്തെന്നറിയോ? അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണ് നബിയേ.
നാളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന സ്വഹാബിയാ. മുത്തുനബി സഹാബത്ത് മുത്തുനബി ആയിഷയോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് മുത്തുനബി പറയുന്നു, ആയിഷ, എന്റെ ഹാരിസയ്ക്ക് നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഭക്ഷണം കൊടുക്കും ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? കദാകൽ ബിർറു, തന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ അകത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുക. ചോദിച്ചു, ആരാ ജിബ്രീലെ? ഇത് അങ്ങയുടെ സഹാബി ഹാരിസ് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. നിനക്ക് എങ്ങനെ അറിയാം? എനിക്ക് മാത്രമല്ല നബിയെ, മലക്കുകൾക്ക് മുഴുവൻ ഈ സഹാബി അറിയാം. മലക്കുകൾക്ക് മുഴുവനും ഈ ചെറുപ്പക്കാരനെ അറിയാം. കാരണം അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ഈ സഹാബിക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്തിന്റെ പേര്? അത്തായ അമ്മായി സ്നേഹിച്ചതിന്റെ പേര്, വാപ്പയും ഉമ്മയും സ്നേഹിച്ചതിന്റെ പേര്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഞാനും എന്റെ ഉമ്മായും വാപ്പായും സ്നേഹിക്കുന്നുണ്ട്. ലോകത്തുള്ള അധികം പേരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാ. അപ്പൊ ഈ സഹാബിക്ക് മാത്രം ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം? എല്ലാരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാ, പക്ഷെ ഈ സഹാബിക്ക് മാത്രം ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം? മുത്തുനബി പറഞ്ഞു, ആ സഹാബിക്ക് 3 സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നാളെ സ്വർഗ്ഗത്തിൽ സ്വന്തമായിട്ടൊരു വീടും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണവും വാങ്ങി കഴിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? സ്വർഗത്തിലെ ഭക്ഷണം വേണോ? സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വില്ലയും, സ്വർഗത്തിൽ ഇവിടെ അല്ല, ഇവിടെ റോഡ് വീതി വന്നാ പോകും, ഇവിടെ റോഡ് വീതി വന്നാ പോകും, നല്ല ഒരു മഴ പെയ്താ പോകും, പിന്നെ പള്ളിക്കുഴി പോയാ പെണ്ണും പിള്ള കൊണ്ടുപോയി തന്നെ. സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വില്ലയും അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള ഭാഗ്യവും താല്പര്യമുള്ളവര് കൈവക്ക്. താല്പര്യം ഉണ്ടെങ്കിൽ പൊക്കിയാ മതി. വേണ്ട ഉസ്താദെ, എന്റെ പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ നിന്ന് മതി ഉസ്താദെ, നീ തിന്നു, എന്റെ പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ നിന്ന് മതി, മേടിച്ച് തിന്നു. അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് ഭക്ഷണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ അള്ളാഹു ആദ്യമായിട്ട് കഴിക്കാൻ തരുന്ന ഭക്ഷണം എന്താ? മന്തിയാ? മന്തി ബിരിയാണിയാ? ഇവിടുത്തെ ബിരിയാണിക്ക് എന്താ പറയാ? നസീറാക്കാടെ വീട്ടിൽ നസീറാക്ക വിളിച്ചു, ഉസ്താദെ എന്ത് വേണം? ഞാൻ പറഞ്ഞു, പാലക്കാടൻ മന്തി, ചോറ് മതി, ബിരിയാണി മതി. കാരണം എന്താ? പാലക്കാടത്ത് പ്രത്യേകത എന്താ? പാലക്കാടത്തൊരു ഇറച്ചിയും ചോറും കൂടി ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയും, പിന്നെ അതിന്റെ കൂടെ കുമ്പളങ്ങ കറി അല്ലേ, സാമ്പാറാ. ഏറ്റവും സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ കൊതി ഉണ്ടാകുമ്പോ ഞാൻ ഉമ്മാടെ വീട്ടിൽ വരും. കൊതി വരുമ്പോ ഉമ്മാടെ വീട്ടുകാരെ കാണാനുള്ള കൊതി ഉണ്ടെന്നല്ല, ബിരിയാണി തിന്നാൻ വേണ്ടി പുത്തന്നൂര് വരെ ഞാൻ വരും. ഇവിടെ അടുത്ത് എവിടെങ്കിലും വന്ന. കാരണം എന്താ? ഫുഡ് കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഞങ്ങളുടെയൊക്കെ ബന്ധങ്ങൾ നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നാളെ സ്വർഗത്തിൽ ആദ്യമായിട്ട് കഴിക്കാൻ തരുന്ന ഭക്ഷണം മീനിന്റെ കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ മീനിന്റെ കരള് തിന്നൂല? എന്തേ? ആടിന്റെ മാത്രമേ തിന്നത്തുള്ളൂ. മീനിന്റെ കരളാണ് നാളെ അള്ളാഹു സ്വർഗത്തിൽ ആദ്യം തരുന്ന ഭക്ഷണം. അള്ളാഹു അടിച്ചു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. കഴിച്ചു നോക്കണം കേട്ടാ, കഴിച്ചു നോക്കണം ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ഈ 2 പ്രതിഫലം, സ്വർഗത്തിൽ ഒരു വില്ലയും അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണവും വാങ്ങി കഴിക്കണമെങ്കിൽ 3 കാര്യം ജീവിതത്തിൽ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അത്തായോ അമ്മായോ ജീവിച്ചിരിപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അത്തവാപ്പായോ ഉമ്മായോ ജീവിച്ചിരിപ്പുണ്ട്. ആരെങ്കിലും ഒരാളെങ്കിലും. പെണ്ണുങ്ങള്, എന്താ നിനക്ക് പൊക്കാൻ വയ്യേ? അയ്യോ കഷ്ടം അല്ലാഹ്. എന്താ താത്ത നീ നിക്കണത്? ഒരു താത്ത, 2 താത്ത അവിടെ സ്വർഗത്തിൽ ഇരുന്നു. ഇരിക്കണ്ടായിരുന്നു, നടുവേദന എടുത്തിട്ട് നിൽക്കുവാണ്. അല്ല, ഇരിക്കും ഇൻഷാ അല്ലാഹ്. ശരി, കേട്ടോ ഇങ്ങോട്ട് കേട്ടോ. നിങ്ങൾ എന്താ നിൽക്കുന്നത്? അപ്പൊ ഇരുടെ ചങ്ങാതി അവിടെ ഒക്കെ ബക്കറ്റ് പിരിവും കഴിഞ്ഞില്ലയോ? ഇരുന്നെല്ലാം ഇരുന്നു ഇൻഷാ അല്ലാഹ്. അച്ഛ കുഞ്ഞിനൊക്കെ പിടിച്ചിരുത്ത് ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിൽ സ്വന്തമായിട്ടൊരു കൊട്ടാരം, അതും പടച്ചവനെ കോടികൾ വിലയുള്ള സ്ഥലമാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തില് മധ്യഭാഗത്താണ് ഒരു കൊട്ടാരം ഇരിക്കുന്നത്. മോനെ, ഈ നാട്ടിൽ
നാട്ടിലൊരു വീട് കെട്ടുന്നതിൽ കാര്യമില്ലടാ. സ്വർഗത്തിലാണടാ വീട് വെക്കേണ്ടത്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. അല്ലാഹുവേ പടച്ചവരെ, ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അവിടെ കഷ്ടപ്പാടില്ല, പ്രാരാബ്ദങ്ങളില്ല, ജോലിക്ക് പോകണ്ട, മോനെ എന്തു വേണമെങ്കിലും കഴിക്കാമടാ. അവിടെ കള്ളിന്റെ നദി ഒഴുകുന്നുണ്ട്, പാലിന്റെ ആറുണ്ട്, തേനിന്റെ നദിയുണ്ട്. ഒരാളും കാണാത്ത, ഒരാളും തൊടാത്ത ഹൂറുല്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടടാ. അവിടെ നിസ്കരിക്കണ്ട, വഅദ് പറയണ്ട, വഅദ് കേൾക്കണ്ട, ഒരാളും നിന്നെ ഉപദേശിക്കില്ല, ഒരാളും നിന്നോട് ഒന്നും ചോദിക്കില്ല. എല്ലാവർക്കും 33 വയസ്സ്, എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യമാ, എല്ലാവരും യുവാക്കളാ. സുഖിക്കുന്ന സ്വർഗം വേണോ? മഹാനായ തഴബ ഉസ്താദ് പറയുകയാണ്, പടച്ചവരെ ആ സ്വർഗം ഇങ്ങനെ കാണുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ ആ കാണുന്ന സ്വർഗത്തിൽ പോകണമെന്ന് എനിക്ക് വല്ലാത്ത മോഹമുണ്ട് റബ്ബേ. അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള പാസ് നിന്റെ കയ്യിലേ ഉള്ളൂ, പൈസ കൊടുത്തു വാങ്ങാൻ എന്റെ കയ്യിലില്ല നാഥാ. എന്നാ പറയുന്ന സ്വർഗമുണ്ടല്ലോ, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവേ, ആ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടടാ. അതുമാത്രമല്ല, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങി കടിക്കാ കൊതിയുണ്ടോ? ഈ പറയുന്ന 3 സ്വഭാവം പിൻപറ്റിക്കോ, ഈ പറയുന്ന 3 കാര്യങ്ങൾ ജീവിതത്തിൽ അനുസരിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ കാന യുതഇമുഹാ ബിയദിഹി. അല്ലാഹുവേ, നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് ഒരുപാട് ഭക്ഷണം വാരി തന്നിട്ടുണ്ട്. ഉമ്മ തരുന്ന ഭക്ഷണം വാരിക്കടിക്കാ, ഉമ്മ വാരി തരുന്ന ഭക്ഷണം കടിക്കാ കൊതിക്കാത്തവരില്ലല്ലോ. വാപ്പയുടെ കയ്യിൽ നിന്ന്, ഉമ്മയുടെ കയ്യിൽ നിന്ന് ഞാനും നിങ്ങളും ഒരുപാട് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുണ്ടല്ലോ. മോനെ, ഈ പറയുന്ന 2 പ്രതിഫലം നിങ്ങൾക്ക് വേണോ? മഹാനായ ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയ്ക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സിലിരിക്കുന്ന മക്കളോട് ഞാൻ ചോദിക്കുകയാ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നിന്റെ അമ്മായിക്ക് നീ നിന്റെ കൈകൊണ്ട് ഒരു ഉരുള ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? സ്വന്തം ഉമ്മാന് ഭക്ഷണം വാരിക്കൊടുത്ത, സ്വന്തം വാപ്പയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്ത എത്ര മക്കളായി സദസ്സിലുള്ളത്? പെങ്ങളെ, ഓർമ്മയുണ്ടോടി പൊന്നുമോളെ? രോഗം പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മ, നിനക്ക് AC റൂമും ഡബിൾ കട്ടിലും എത്തയും എല്ലാം ഉണ്ട്. ഉമ്മാനൊന്നുമില്ലടി, താഴെ പെട്ടിക്കൂട് പോലെ ഒരു റൂമുണ്ട്. ഉമ്മായിക്കൊരു പരാതിയുമില്ല, കട്ടിലും AC ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ സാധു പായും
വിരിച്ച് തോളിൽ കിടന്ന ഷാള് വിരിച്ചിട്ട് കിടന്നുറങ്ങിയ നിന്റെ ഉമ്മയ്ക്ക് എന്തിനാ കട്ടില്? മുത്തുനബി പറയുന്നു, പെണ്ണേ, നിന്റെ കൈ കൊണ്ട് നിന്റെ ഉമ്മാന് നീ ഭക്ഷണം വാരിക്കൊടുത്താ നാളെ റബ്ബ് നിനക്ക് സ്വർഗത്തിലെ ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുള്ള ഓരോ മക്കളും ചിന്തിച്ചു നോക്ക്, നീ ഇന്ന് വരെ കൊടുത്തിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, ഉമ്മാന്റെ അടുക്കലൊന്ന് പോയി ചോദിക്കണം മോനെ. ഇന്ന് വഴുത് കടിഞ്ഞ് വീട്ടിലേക്ക് ചെന്നിട്ട് രോഗം പിടിച്ച് കിടക്കുന്ന ഉമ്മാന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കണം, ഉമ്മാ എനിക്കൊരാഗ്രഹമുണ്ടുമ്മാ, എനിക്കൊരു മോഹമുണ്ടുമ്മാ, എന്തേ മോനെ, എന്തേ മോനെ, എനിക്കുമ്മാന്റെ വായിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഭക്ഷണം വാരിത്തരണം. എന്റെ ഉമ്മാൻ എനിക്കൊന്ന് ഭക്ഷണം വാരിത്തരണം. ചോദിച്ചു നോക്ക് ചെറുപ്പക്കാരാ, ബാപ്പാന്റെ അടുക്ക പോയിട്ട് നീ ഒന്ന് ചോദിച്ചു നോക്ക്. ഇത് ചോദിക്കുമ്പോ നീ നിന്റെ ഉമ്മാന്റെ കണ്ണിലൊന്ന് നോക്കണം. നീ നിന്റെ ഉമ്മാന്റെയും ബാപ്പാന്റെയും മുഖത്തൊന്ന് നോക്കണം. അറിയാതെ കരഞ്ഞു പോകും. എന്റെ പൊന്നുമോൻ എന്നെ മറന്നില്ലല്ലോ അല്ലാ, എന്റെ പൊന്നുമോന്, ഞാൻ ഇവനെ കഷ്ടപ്പെട്ട് ഇത്രയും കാലം വളർത്തിയിട്ട് ഇവൻ എന്നെ മറന്നുപോയില്ലല്ലോ. സഹോദരാ, സ്വന്തം കൈ കൊണ്ട് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഭക്ഷണം വാരിക്കൊടുക്ക്. അല്ലാ നാളെ നിനക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന വരാത് പല സഹോദരങ്ങളും ചിന്തിക്കും, ഉസ്താദേ, എന്റെ വാപ്പ ഖബറിലാണല്ലോ, എന്റെ ഉമ്മ ഖബറിലാണല്ലോ, എനിക്ക് ഒരു നേരമെങ്കിലും ഒന്ന് വാരിക്കൊടുക്കണമെന്ന് കൊതിയുണ്ട്. പക്ഷേ രണ്ടുപേരും മരിച്ചുപോയല്ലോ. വാപ്പാ, ഉമ്മാ, നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായാല് എന്റെ അമ്മായിക്ക് കൊടുക്കാനില്ലല്ലോ ഉസ്താദേ, അവര് മരിച്ചുപോയല്ലോ, അവര് ഖബറിന്റെ അകത്താണല്ലോ. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ കൊടുക്കാനുള്ള ഒരു കൊതിയെങ്ങാണം തോന്നിയാ മോളെ, അത് മതി പൊന്നു മോളെ. അങ്ങനെ ഒരു മനസ്സെങ്കിലും നിനക്ക് തോന്നിയാ, അല്ലാഹുവേ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ അത്തായിക്കും അമ്മായിക്കും നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പൊരുത്തം കിട്ടിയ മക്കളാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സ്വന്തം ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഒരു ദിവസത്തിൽ നിന്റെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും എന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്ക്. പെണ്ണെ, ഭർത്താവിന്റെ വീട്ടിലാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കൊട്ടാരവും മക്കളെയും കിട്ടിയപ്പോ പെറ്റതള്ളയെ മറന്ന ഈ നാട്ടിലെ പെണ്ണുങ്ങളെ, ഉമ്മായ തെരഞ്ഞു പൊക്കോ മോളെ, വാപ്പാനെ തെരഞ്ഞു പൊക്കോ മോളെ. അള്ളാന്റെ സ്വർഗം നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് ആ സ്വഹാബിക്കുണ്ടായിരുന്ന ഗുണമെന്തെന്നറിയോ? ആയിഷ വലം യസ്തവലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലം യസ്തബ്ഹിം ബിഹാ കലാമുൻ ഖത്തു. അല്ലാഹുവിന്റെ പ്രവാചകനെ രണ്ടാമതായിട്ട് പറയുകയാണ്, നീ മദ്രസയിലെ 2ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഉമ്മയുടെ മുന്നിലൂടെ നടക്കരുത്, ഉമ്മാന്റെ മുന്നിൽ ശബ്ദമുയർത്തരുത്. അല്ലാഹുവേ, ആ സ്വഹാബി തന്റെ ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്ത ചെറുപ്പക്കാരനാ.